إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മരിക്കുന്നത് വരെ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചാൽ, ഒരു വിഷയത്തിൽ വിധി പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഉണ്ടാകാൻ പാടില്ല അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധി കൽപ്പിച്ച കാര്യത്തിൽ സ്വതന്ത്രമായി കൊണ്ടൊരു തീരുമാനം എടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായിട്ടുള്ള വഴികേടിലായിരിക്കും. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒരു കാര്യം ഹറാമാക്കിയാൽ, ഒരു കാര്യം വാജിബാക്കിയാൽ അത് എൻ്റെ വികാരത്തിനെതിരാണ് ആ കാര്യം, അല്ലെങ്കിൽ എൻ്റെ നാടിനാണ് യോജിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കത് അത്രത്തോളം അതിൽ നന്മ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങൾ വാജിബാക്കിയിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചത് കൊണ്ട് സമാധാനമായിട്ടുള്ള ജീവിതം നമുക്ക് നഷ്ടപ്പെടൂല എന്ന് മാത്രമല്ല, യഥാർത്ഥ സന്തുഷ്ടമായിട്ടുള്ള ജീവിതം ദീനുൽ ഇസ്ലാം പാലിച്ചുകൊണ്ട്, ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. മനോഹരമായിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് ദീനുൽ ഇസ്ലാമിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു കൽപ്പന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹൻ നബി, ഏ പ്രവാചകരെ, ഖുൽ, താങ്കൾ പറയുക. ഇതുപോലുള്ള കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ വളരെ വിരളമാണ്. എന്താണ് പറയുന്നത് സഹോദരൻ? കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, താങ്കളുടെ ഭാര്യമാരോട് പറയുക, താങ്കളുടെ ഭാര്യമാരോട് കൽപ്പിക്കുക, താങ്കളുടെ പെൺമക്കളോട് കൽപ്പിക്കുക, സത്യവിശ്വാസിനികളോട് നീ താങ്കൾ കൽപ്പിക്കുക. എന്താണ് കൽപ്പിക്കേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകൾ താഴത്തേക്ക് ഇട്ടുകൊണ്ട് അവരുടെ ഔറത്തുകളെ മറക്കട്ടെ. എന്താണ് സഹോദരങ്ങൾ ജിൽബാബ്? എങ്ങനെ ഔറത്ത് മറക്കേണ്ടത്? ഈ ആയത്ത് കൊണ്ടാണ്. ഈ ആയത്താണ് ആയത്തുൽ ഹിജാബ് എന്നറിയപ്പെടുന്നത്. ദീനുൽ ഇസ്ലാമിൽ ഹിജാബിന്റെ ആയത്താണ്. ഹിജാബ് നിർബന്ധമാക്കിയ ആയത്ത്. പല ആളുകളും പറയും, ഞങ്ങളുടെ കുടുംബം ഹിജാബ് അംഗീകരിച്ചു പോകുന്ന കുടുംബമാണ്, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഹിജാബ്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, തർജുമാനുൽ ഖുർആൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ ഖുർആൻ വിശദീകരണം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്, റബ്ബേ, നീ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആന്റെ വിശദീകരണം. അത് ആർക്ക് വേണ്ടിയാണ്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമക്ക് വേണ്ടി. അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അമറല്ലാഹു നിസാഅൽ മുസ്ലിമീൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. ആരോടാണ്? മുഅ്മിനീങ്ങളുടെ സ്ത്രീകളിലോട്, മുസ്ലിമീങ്ങളുടെ സ്ത്രീകളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ കൽപ്പിച്ച സഹോദരന്മാരെ? ഇദാ ഖറജന മിൻ ബുയൂതിഹിന്ന ഫി ഹാജത്തി, ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അയ്യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബ്, അവരുടെ മുഖം തലയിൽ നിന്നുള്ള ജിൽബാബ് കൊണ്ട് മുഖം മറക്കട്ടെ. യുഗത്തീന എന്ന് പറഞ്ഞാൽ മറക്കട്ടെ, കെട്ടട്ടെ എന്നൊക്കെയാണ് അർത്ഥം. മുഖം കാണാത്ത രൂപത്തിലാക്കട്ടെ എന്നാണ്. ഈ ആയത്ത് വിശദീകരിച്ച ആരാണ് പറഞ്ഞ? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഹിജാബ് എന്താണ്? എങ്ങനെയാണ് ഒരു സ്ത്രീ ഹിജാബ് സ്വീകരിക്കേണ്ടത്? ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഒട്ടുമിക്ക ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്നുള്ളത്. ഏത് രൂപത്തിലെ ഹിജാബാണ് സ്ത്രീ ധരിക്കേണ്ടത് അതും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ധരിപ്പിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ തന്നെ 53-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഫഇദാ സഅൽതുമൂഹുന്ന, നിങ്ങൾ അവരോട്, അതായത് സ്വഹാബാക്കളോട് പറയാണ്. സ്വഹാബാക്കൾ ആരാണ് നമുക്കറിയാം, ഉമ്മത്തിലെ ഏറ്റവും ഉത്തമ സമൂഹമാണ്, സംശയം എല്ലാവർക്കും. ഈ ഉത്തമ സമൂഹമായിട്ടുള്ള സ്വഹാബാക്കളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. എങ്ങനെ പറഞ്ഞത്? ഹിജാബിന്റെ ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിക്കണം. ആരോട് ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉമ്മമാരായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട് ചോദിക്കുകയാണെങ്കിൽ പോലും ഹിജാബിന്റെ മറയുടെ അപ്പുറത്ത് നിന്ന് ചോദിക്കണമെന്ന് സ്വഹാബാക്കളോട് കൽപ്പിക്കുമ്പോൾ സഹോദരൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ എത്രത്തോളം അതിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഉമ്മത്തിലെ ഏറ്റവും ഉത്തമ സമൂഹമായ സ്വഹാബാക്കളോട് ഇപ്രകാരം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും. ഈ ആയത്തിറങ്ങിയപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനം അത് ഇറങ്ങിയ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, സ്വഹാബാക്കൾ പറയുന്നതായിക്കൊണ്ട് സ്വഹാബി വനിതകളെല്ലാം കറുത്ത കാക്കകളെ പോലെയായി എന്നാണ്. അവർ കറുത്ത കാക്കകളെ പോലെയായി ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം. എല്ലാവരും ഒരുപോലെ അവരുടെ മുഖവും ശരീരം മുഴുവൻ മറച്ചു എന്നുള്ളതാണ്. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ മർഅതു ഔറ, ഒരു സ്ത്രീ മുഴുവൻ ഔറത്താണ്. ഒരു സ്ത്രീ മുഴുവൻ ഔറത്താണ്. എന്നിട്ട് പറഞ്ഞു, ഫൈദാ ഖറജത് ഇസ്തശ്റഫഹ ശയാതീൻ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ ഈ ഔറത്ത് പുറത്ത് കാണിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ശൈത്താൻ പുരുഷന്മാർക്ക് മുന്നിൽ അവളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും, ഫിത്നകളിലേക്ക് എത്തിക്കുമെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ഇത് ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. ഏതൊരു സംഘടന ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നാലാൾക്കാർ സംഘം ചേർന്നുണ്ടാക്കിയ നിയമമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ നൽകി മുസ്ലിമീങ്ങൾ നിർബന്ധമായി കൊണ്ട് സ്വീകരിക്കേണ്ട നിയമമായിട്ടാണ് ദീനുൽ ഇസ്ലാം ഈ നിയമത്തെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ഹിജാബ് എങ്ങനെയാണ്? ശരീരം മുഴുവൻ മറക്കണം. ദീനുൽ ഇസ്ലാമിന്റെ ആയത്തുകൾ കൊണ്ടും ഹദീസ് സ്വഹീഹായ സുന്നത്തുകൾ കൊണ്ടും അത് കൃത്യമായി കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, മാ തറക്തു ബഅദി ഫിത്നതൻ അളറു അലൽ റിജാഇ മിനൻ നിസാ, ഞാനൊരു ഫിത്നയെ ഉപേക്ഷിക്കുന്നില്ല, എനിക്ക് ശേഷം ഫിത്ന ഉണ്ടാകും. ഏറ്റവും ശക്തമായിട്ടുള്ള ഫിത്ന ഏതാണ് സഹോദരങ്ങൾ? സ്ത്രീകളിൽ നിന്നും പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഫിത്ന, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഫിത്ന. ഇതുപോലുള്ള ഫിത്നകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാം പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകൂല. ഈ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിന്റെ ബാക്കി ഭാഗം കാണാൻ സാധിക്കും. അങ്ങനെ മുഖം മറക്കുന്നതാണ് ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവർ അറിയപ്പെടുന്നതിന് ഏറ്റവും ഉത്തമം. എന്തറിയപ്പെടാൻ? അവർ ഇഫ്ഫത്തുള്ളവരാണ്, മുഅ്മിനാത്തുകളാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്ത്രീകളാണെന്ന് അറിയപ്പെടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാകുന്നു. ഫലാ യുഅ്ദൈൻ, അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാനും. ആരാണ് പറഞ്ഞത് സഹോദരങ്ങളെ? ആരാണ് പറഞ്ഞത്? സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്ത്രീ അവളുടെ ശരീരം മുഴുവൻ മറക്കലാണ്, അവൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ ഏറ്റവും അടുത്തത്, ഏറ്റവും ഉത്തമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പിന്നെ ആരുടെ ബുദ്ധിക്കാണ് സഹോദരങ്ങളെ ഇവിടെ സ്ഥാനമുള്ളത്? ആരുടെ വികാരത്തിനാണ് സ്ഥാനമുള്ളത്? നമുക്ക് ആരുടെ വികാരത്തിന് സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് പോകുന്ന 2 ആളുകളെ കണ്ടു എന്ന് പറഞ്ഞു. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാൻ മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ,
നരകത്തിന്റെ രണ്ടാളുകളുണ്ട്. നരകത്തിന്റെ രണ്ടാളുകൾ. എന്താ അവരുടെ പ്രത്യേകത? ലം അറഹുമ, ഞാൻ ഇപ്പൊ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലില്ല. ഒരു കൂട്ടരാണ് ഖൗമുൻ മഅഹും സിയാത്തുൻ കഅസ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്. ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? പശുവിന്റെ വാലിനെ പോലുള്ള വടി അവരുടെ കൈകളിലുണ്ടാവും. ചാട്ടവാറ് പോലുള്ള ഒരു വടി. ഈ ഉപകരണം ഉപയോഗിച്ച് ആളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം, അത് നരകത്തിന്റെ ആളുകളാണ്. രണ്ടാമത്തെ എന്താണ്? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ശ്രദ്ധിക്കണം സഹോദരങ്ങൾ, എന്താണ് പറയുന്നത്? നരകത്തിന്റെ അവകാശികളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? നിസാഉൻ, സ്ത്രീകളാണ്. എങ്ങനെയുള്ള സ്ത്രീകളാണ്? കാസിയാത്തും, വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്ത്, എന്നാൽ നഗ്നകളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വസ്ത്രം ധരിച്ചവരാണ്, എന്നാൽ നഗ്നകളാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം അവയവങ്ങൾ പുറത്ത് കാണിക്കൽ ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്ന രൂപത്തിൽ, അവരുടെ പല ഭാഗങ്ങളും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ. മുമീലാത്തുൻ മായിലാത്തുൻ, ചാനും ചെരിഞ്ഞും കൊഞ്ചിയും കുഴഞ്ഞും സംസാരിക്കുന്നവർ, നടക്കുന്ന സ്ത്രീകൾ. റൂസുഹുന്ന കഅസ്മിനത്തിൽ ബുഖ്തിൽ മായില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ തലമുടി എങ്ങനെയായിരിക്കും? ഒട്ടകത്തിന്റെ പൂന പോലെ തലമുടി കെട്ടിവെച്ച സ്ത്രീകൾ. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല. വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർഗത്തിന്റെ പരിമളം അവൾ കിട്ടുക തന്നെയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, അത് ഇത്ര വിദൂരത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ്. അതുപോലും അവർ കിട്ടൂല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്ന് മാത്രല്ല നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും, സാധാരണ സ്ത്രീകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിമാരെ സംരക്ഷിക്കട്ടെ, നമ്മുടെ സഹോദരിമാരെ, ഉമ്മമാരെയും പെൺമക്കളെയും, എന്താണ്? സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർക്കിടയിലൂടെ നടക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ മർഅതു ഇദസ്തഅതറത് ഫമറത് ബിൽ മജ്ലിസ്. ഒരു സ്ത്രീ അവൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ നടക്കുകയാണ്, പുരുഷന്മാർക്കിടയിലൂടെ. ഫഹിയ കദാ വകദാ യഅനി സാനിയ, അവൾ വ്യഭിചാരിയെ പോലെയാണ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയം നോക്കി സഹോദരങ്ങളെ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, മുസ്ലിമായ ഒരു സ്ത്രീക്ക് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ല ദീനിൽ? ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്താ കാരണം? ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ദീനാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട ദീനാണ്. ഈ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ടും ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ജീവിക്കുന്നവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളതും നമുക്ക് ഓർമ്മ വേണം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ദിവസത്തിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കാണാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫിത്നകൾ. കന്നുകാലികളെക്കാൾ അതപ്പതിച്ചൊരു സമൂഹം, സ്ത്രീകളുടെ ഫോട്ടോ എടുത്തുകൊണ്ടും അവരുടെ ഔറത്തുകൾ വെളിവാക്കുക, ആളുകൾക്ക് പ്രചരിപ്പിക്കുക, മോർഫ് ചെയ്തുകൊണ്ടും പല രൂപത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചും അതിൽ ആസ്വാദനം കണ്ടെത്തിയും അതിൽ ആസ്വദിക്കുന്ന ഒരു യുവസമൂഹം ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഹിജാബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വലാ യുദൈൻ, അവർക്ക് പ്രയാസം ഉണ്ടാകൂല, ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയത് ജീവിതത്തിൽ പാലിച്ചാൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ തബർറുജ് എന്ന് പറഞ്ഞാൽ അലങ്കാര പ്രദർശനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊല, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കരുത്, ഏതുപോലെ? ജാഹിലിയ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഔറത്ത്, നമ്മുടെ ഭാര്യമാരുടെ ഔറത്ത്, നമ്മുടെ ഉമ്മമാരുടെ ഔറത്ത്, പെൺമക്കളുടെ ഔറത്ത്, അത് അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രം കാണാനുള്ളതാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രം കാണാനുള്ളതാണ്. അള്ളാഹു ഹലാലാക്കിയത് അത് മാത്രമാകുന്നു. മറ്റുള്ള ജനങ്ങൾക്ക് മുമ്പിൽ അവരെ അലങ്കരിച്ചിറക്കൽ നമുക്ക് അനുവദനീയമല്ല എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാം ശക്തമായിക്കൊണ്ട് എതിർത്ത കാര്യവുമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്താണ്? ഫത്തഖുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക. വത്തഖുൻ നിസ, സ്ത്രീകളെ സൂക്ഷിക്കുക. ഫഇന്ന അവ്വല ഫിത്നതി ഫീ ബനി ഇസ്രായീല കാനത് ഫിൻ നിസ, ബനു ഇസ്രായേൽ ആദ്യമായി ഉണ്ടായ ഫിത്ന
പ്രശ്നം എന്തായിരുന്നു? സ്ത്രീകളിലായിരുന്നെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മുതശബ്ബിഹാത്തുകളെ കുറിച്ച്. എന്താ മുതശബ്ബിഹാത്തുകൾ? സ്ത്രീകൾ പുരുഷന്മാരോട് സാദൃശ്യപ്പെടാം. വസ്ത്രത്തിലാകട്ടെ, നടത്തത്തിലാകട്ടെ, ശബ്ദത്തിലാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു വൽ മുതശബ്ബിഹാത്ത് മിനൻ നിസാഇ ബിദ്ദിജാൽ. ചില സ്ത്രീകൾ അവർ പുരുഷന്മാരുടെ സാദൃശ്യപ്പെടാം. എങ്ങനെ സാദൃശ്യപ്പെടുക? പുരുഷന്മാർ ധരിക്കുന്ന പോലുള്ള വസ്ത്രം ധരിക്കുക, അവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് അള്ളാഹു ശപിച്ചതുപോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില സ്ത്രീകൾ പറയുന്നതാണ്, നമ്മളിത് ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തിനു വേണ്ടിയല്ല? ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, ഒരു കോൺഫിഡൻസ് ആണ്. ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പലരും പറയാറുണ്ട്. എന്താണ് അവർക്കുള്ള മറുപടി? എന്താ ദീനുൽ ഇസ്ലാം മറുപടി പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നുള്ള ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അസറിൽ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ബനൂ തമീമിൽപ്പെട്ട ചില സ്ത്രീകൾ വരികയുണ്ടായി. ബനൂ തമീം എന്നൊരു ഗോത്രത്തിൽപ്പെട്ട ചില സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വന്നു എന്നുള്ളതാണ്. എന്താണ് പറഞ്ഞത്? അവർ വന്നപ്പോൾ അവരുടെ വസ്ത്രം ചുരുങ്ങിയ, അതായത് അവയവങ്ങൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ലളിതമായിട്ടുള്ള വസ്ത്രമായിരുന്നു. അല്ലാഹു തആല അതിന്റെ രൂപം നമുക്കറിയില്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇൻ കുൻതുന്ന മുഅ്മിനാതുൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. നിങ്ങൾ സത്യവിശ്വാസിനികളാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരിമാര്, നിങ്ങൾ സത്യവിശ്വാസിനികളാണെങ്കിൽ സത്യവിശ്വാസിനികളുടെ വസ്ത്രം ഇപ്രകാരമല്ല. വൈൻ കുൻതുന്ന കാഫിറാത്തുൻ ഫതമത്തഅന ബിഹി. നിങ്ങൾ സത്യനിഷേധികളാണെങ്കിൽ നിങ്ങൾ ഈ വസ്ത്രം കൊണ്ട് ആസ്വദിച്ചു കൊള്ളുക. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്നത് സത്യനിഷേധികളുടെ സ്വഭാവമാണെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാണ്. അതിൽ ആസ്വാദനം കണ്ടത് കോൺഫിഡൻസ് ആണ്. അങ്ങനെ കോൺഫിഡൻസ് സഹോദരങ്ങൾ ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു മുഅ്മിന് യഥാർത്ഥ കോൺഫിഡൻസും സമാധാനവും ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പെൺകുട്ടികൾ, ഉമ്മമാർ, ഭാര്യമാർ, ഇവരുടെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാനും അത് പിൻപറ്റാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. സഹോദരിമാരെ, നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. ഒരു പുരുഷൻ അതിലെടുക്കേണ്ട നിലപാട് എന്താണ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരുടെ വിഷയത്തിൽ നമുക്ക് അഭിമാനരോഷം നിർബന്ധമാണ്. ഒരു മുഅ്മിന് അഭിമാനരോഷം ഉണ്ടാകുന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഹദീസ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലറബ്തുഹു ബിസ്സൈഫി ഗൈറ മസ്ഫഹിൻ. എന്റെ ഭാര്യയുടെ കൂടെ, പ്രത്യേകം ശ്രദ്ധിക്കണം, തന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ ഞാൻ കണ്ടാൽ ഒരു സംശയമില്ല, അപ്പൊ തന്നെ വാളെടുത്തുകൊണ്ട് അവനെ വെട്ടുമെന്നാണ് പറഞ്ഞത്. വെട്ടിക്കൊല്ലും, അതിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ഞാൻ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തി. അത് ചില ആളുകൾ, ചില സ്വഹാബാക്കൾ എത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, തഅജബൂന മിൻ ഗൈറതി സഅദിൻ, തഅജബൂന മിൻ ഗൈറതി സഅദിൻ. സഅദിന്റെ ഗീറത്ത്, അഭിമാന രോഷത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? സഅദിന്റെ അഭിമാന രോഷത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണോ എന്നിട്ട് പറയാണ്, വല്ലാഹി ലഅന അഗ്യറു മിൻഹു. അല്ലാഹുവാണ് സത്യം, ഞാൻ സഅദിനേക്കാൾ അഭിമാന രോഷമുള്ളവനാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു എന്നേക്കാൾ അഭിമാന രോഷമുള്ളവനാണ്. വമിൻ അജ്ലി ഗൈറത്തില്ലാഹി ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തികേടുകളെ, ആന്തരികവും പ്രകടവും ആന്തരികവുമായിട്ടുള്ള വൃത്തികേടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത്. സഹോദരന്മാരെ, എവിടെ പോയി നമ്മുടെ അഭിമാന രോഷം? തന്റെ പെൺകുട്ടികളുടെ സ്കൂളിലേക്ക് പുരുഷന്മാരുടെ വസ്ത്രം ഇട്ടുകൊണ്ട്, അവളുടെ അവയവങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എഡ്യൂക്കേഷന്റെ പേരിൽ പോകുന്നു. ഭാര്യമാരാതെ ജോലിക്ക് പോകുന്നു, അന്യ പുരുഷന്മാർക്ക് മുന്നിൽ അവളുടെ ഔറത്ത് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എവിടെ പോയി സഹോദരന്മാർ നമ്മുടെ അഭിമാന രോഷം? എവിടെ പോയി നമ്മുടെ അഭിമാന രോഷം? തന്റെ പെങ്ങന്മാർ പുറത്തേക്ക് ഇറങ്ങുന്നു. കന്നുകാലികളെക്കാൾ മോശമായിട്ടുള്ള ആളുകൾ
വീഡിയോകൾ ചിത്രീകരിക്കുന്നു, അത് പറത്തുന്നു. നഊദു ബില്ലാഹ്. എവിടെ പോയി സഹോദരങ്ങൾ അഭിമാന രോഷം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കല്യാണ ദിവസം 10, 20, 30 ലക്ഷം ആഡംബരത്തിന് വേണ്ടി മാത്രം ചെലവാക്കിക്കൊണ്ട് കല്യാണങ്ങൾ നടത്തുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആദ്യമായി കൊണ്ട് ഈ ആഡംബരം സഹോദരൻ തനിച്ച ഹറാമാണ്. ഈ ഇസ്രാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഗസയിലുള്ള നമ്മുടെ സഹോദരന്മാർ പ്രയാസപ്പെടുന്ന സമയത്താണ് ഇവിടെ 10, 30, 40, 50 ലക്ഷം ഒരു ദിവസത്തിന് ചെലവാക്കിക്കൊണ്ട് കല്യാണം നടത്തുന്നത്. ഈ കല്യാണത്തിൽ നടക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി ഒട്ടുമിക്ക പരിപാടി അതിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ എന്താ നടക്കുന്നത്? തന്റെ മകളെ താൻ വളർത്തിയ തന്റെ മകളെ അണിയിച്ചൊരുക്കി അവളുടെ ഔറത്തുകൾ കാണുന്ന രൂപത്തിൽ സ്റ്റേജിൽ ഇരുത്തുക. എന്താ ആളുകൾക്ക് വന്നാൽ കാണുക, രസിക്കുക, അഭിപ്രായം പറയാ. നഊദു ബില്ലാഹ്. അത് ഫോട്ടോ എടുക്കുക, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇത് ദീൻ ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇത് ശക്തമായി കൊണ്ട് എതിർക്കപ്പെടേണ്ടതാണ്. സംഘടനാ നേതാക്കളടക്കം ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സങ്കടം. അതുപോലെ തന്നെ ഇസ്ലാമിക സംഘടനകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഇത് പ്രത്യേകം പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ പല സംഘടനകളുടെ സ്ഥാപനങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മുൻപ് കാലത്തുള്ള മഹാന്മാർ സംഭാവനകൾ കൊടുത്തും അവരുടെ സ്ഥലങ്ങൾ വഖഫ് ചെയ്തു വെച്ചുമെല്ലാം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ എവിടെ പോയി സഹോദരങ്ങളെ നമ്മുടെ അഭിമാന രോഷം? നമ്മുടെ ഇസ്ലാം എവിടെ പോയി? മുസ്ലിമുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ചില പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് തോന്നിയതുപോലെ നടത്താനല്ല മുസ്ലിം എന്നുള്ള പേരുള്ളത്. മുസ്ലിമുകളാണെങ്കിൽ മുസ്ലിങ്ങളെ പോലെ നടക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഗീറത്ത് നഷ്ടപ്പെട്ടാൽ അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. ഇദാ റഹലത്തിൽ ഗീറതു മിനൽ ഖൽബി, ഗീറത്ത് ഒരുത്തന്റെ മനസ്സിൽ നിന്നും പുറത്തുപോയി, അഭിമാന രോഷം അവന്റെ മനസ്സിൽ നിന്നും പുറത്തുപോയാൽ തർഹലത്തിൽ മഹബ്ബതു ബൽ തർഹലുദ്ദീനു കുല്ലഹ്, ദീന് മുഴുവൻ അവന്റെ അടുക്കൽ നിന്ന് പോയി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മർറആ മിൻകുമുൽ മുൻകറൻ ഫലിയുഗയ്യിറു ബിയദി, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് തടുക്കട്ടെ. തന്റെ മക്കളാണെങ്കിൽ, തന്റെ ഭാര്യമാരാണെങ്കിൽ, തന്റെ സഹോദരിമാരാണെങ്കിൽ സഹോദര കൈകൊണ്ട് തടുക്കാൻ സാധിക്കുകയാണ്, കൈകൊണ്ട് തടക്കട്ടെ. ഇല്ലെങ്കിൽ ഫബിലിസാനി, അവന്റെ നാവ് കൊണ്ടെങ്കിലും തടക്കട്ടെ. ഇല്ലെങ്കിൽ അവന്റെ കൽബ് കൊണ്ടെങ്കിലും ഉറക്കട്ടെ. ഈമാനിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള അവസ്ഥയാണത്. എന്ന് മാത്രമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ. എന്താ പറഞ്ഞത്? സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജൽ ഇലൈഹിം യൗമൽ ഖിയാമ, 3 ആളുകൾ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നോക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കൂല എന്നുള്ളത് തന്നെ. എന്താണ് ഒന്നാമത്തെ ആള്? അൽ ആഖുലി വാലിദൈ, തന്റെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, പല രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നവൻ. രണ്ടാമത്തെ വൽ മർഅത്തുൽ മുതറജ്ജിലതു, പൗരുഷം കാണിക്കുന്ന സ്ത്രീ, അനാവശ്യമായിട്ടുള്ള പുരുഷന്മാരെ പോലെ നടക്കുന്ന സ്ത്രീ. മൂന്നാമത്തേത് വദ്ദയ്യൂസ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വദ്ദയ്യൂസ്, എന്താണ് ദയ്യൂസ്? ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ മഹാന്മാരായ സലഫു സാലിഹ്കൾ പറയുന്നതായി കാണാൻ സാധിക്കും. തന്റെ ഭാര്യയെയും പെൺമക്കളെയും സഹോദരിമാരെയും അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും അതിൽ അഭിമാന രോഷമില്ലാതിരിക്കുകയും ചെയ്താൽ അവൻ ദയ്യൂസാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ദയ്യൂസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നോക്കൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സ്വന്തം ചിന്തിച്ചു നോക്ക്, എത്ര പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കസിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കസിൻസിന്റെ മുന്നിൽ സ്വന്തം പെൺമക്കളെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ദയ്യൂസ് ആകുന്നുണ്ടോ അറിയാതെ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് നന്മ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നേതാക്കന്മാരെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ